നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. വലിയ പരിവർത്തനങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും വർഷമാണല്ലോ ഈ 2026. ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ വിന്യാസത്തിൽ ദൃശ്യമാകുന്ന അപൂർവമായ മാറ്റങ്ങൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തെയും വ്യത്യസ്തമായ രീതിയിൽ സ്വാധീനിക്കുന്നുമുണ്ട്. ഇത് പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ 2026 ജനുവരി മാസത്തെ ഫലങ്ങളെ നമ്മൾ വിശദമായി നോക്കുമ്പോൾ, ചന്ദ്രൻ ഭരണാധിപനായ രോഹിണി നക്ഷത്രം സൃഷ്ടിപരതയ്ക്കും വളർച്ചയ്ക്കും സമൃദ്ധിക്കും പേരുകേട്ടതാണ്. ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തിന്റെ ജനുവരി മാസത്തെ ഗതിവിഗതികൾ പ്രപഞ്ചശക്തികളുടെ സംക്രമണങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശദമായി നോക്കാവുന്നതാണ്. 2026 ജനുവരി മാസം ആരംഭിക്കുന്നത് വളരെ സങ്കീർണവും എന്നാൽ വ്യക്തവുമായ ഒരു ഗ്രഹവിന്യാസത്തോടെയാണ്. മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ 4 പ്രധാന വ്യക്തിഗത ഗ്രഹങ്ങൾ ധനുരാശിയിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. എന്നാൽ ജനുവരി പകുതിയുടെ ഗ്രഹങ്ങളുടെ എല്ലാം മകരൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു. ജനുവരി 1 മുതൽ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പ്രായോഗികമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായ മാറ്റം ജനുവരി 26 സംഭവിക്കുന്ന ഭാവനയുടെയും ആത്മീയതയുടെയും ഗ്രഹമായ നെപ്റ്റ്യൂൺ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറുന്നു. ഏകദേശം 14 വർഷത്തെ ഒരു പുതിയ ചക്രത്തിന്റെ തുടക്കമാണിത്. കൂടാതെ ശനി വർഷം മുഴുവൻ മീനൻ രാശിയിൽ തുടരുകയും കരിയറിലും ബുദ്ധിപരമായ വളർച്ച, പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ജനുവരി മാസത്തിലെ കരിയർ സാധ്യതകളെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് വളരെയധികം സ്ഥിരതയുള്ളൊരു സമയമാണെന്നാണ്. പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് 10ാം ഭാവത്തിലെ ഗ്രഹവിന്യാസം വളരെ അനുകൂലമായി കാണുന്നു. ജനുവരി 18 അമാവാസിക്ക് ശേഷം പുതിയ ജോലി തേടുന്നവർക്കോ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്കോ മികച്ച അവസരങ്ങളും വരാനിടയുണ്ട്. സർക്കാർ ജോലികൾക്ക് പ്രമോഷനുള്ള സാധ്യതയും യോഗവും കാണുന്നുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സഹപ്രവർത്തകരിൽ നിന്നുള്ള മത്സരമോ അസൂയോ ഒക്കെ ഈ കാലയളവിൽ ഉണ്ടാകാം. രാഹു 10ാം ഭാവത്തിൽ നിൽക്കുന്നത് ചിലപ്പോൾ സ്വേച്ഛാധിപത്യ സ്വഭാവം കാണിക്കാൻ പ്രേരിപ്പിക്കാം. ഇത് സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തെ ബാധിക്കാനിടയുണ്ട്. വിനയമാണ് പ്രധാനം. ജനുവരി 13 ശേഷം കരിയറും പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും. മുടങ്ങിക്കിടന്ന ബിസിനസ് പ്രോജക്റ്റുകൾ പുനരാരംഭിക്കാൻ ഈ സമയം ഉചിതമാണ്. സർഗാത്മക മേഖലകളായ കല, സംഗീതം, ഡിസൈനിങ് എന്നിവയിൽ പ്രവർത്തിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേക അംഗീകാരവും പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ 2026 ഒരു സുവർണ കാലഘട്ടമായി വിശേഷിക്കപ്പെടുന്നുണ്ട്. ജനുവരി മാസത്തിൽ ഇതിന്റെ ഗുണഫലങ്ങൾ ദൃശ്യമായി തുടങ്ങും. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ചെറിയ നിക്ഷേപങ്ങൾ പോലും വലിയ ലാഭമായി മാറാനിടയുണ്ട്. വ്യാഴം ധനഭാവത്തിൽ നിൽക്കുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം വന്നെത്താനുള്ള സാധ്യത കാണുന്നു. രഹസ്യ സ്രോതസ്സുകളിൽ നിന്നോ അപ്രതീക്ഷിത വഴികളിലൂടെ ധനം കൈവരാം. സാമ്പത്തിക സ്ഥിരതയുണ്ടെങ്കിലും ജനുവരി പകുതിയോടെ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത തള്ളികളാനുമാവില്ല. പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. അതിനാൽ കൃത്യമായ ബജറ്റ് പ്ലാൻ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായി പറയുന്നുമുണ്ട്. രോഹിണി നക്ഷത്രക്കാരുടെ വൈകാരിക തലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. 8ാം ഭാവത്തിന്റെ ശക്തമായ സ്വാധീനം മൂലം കുടുംബത്തിൽ ചെറിയ തോതിലുള്ള തെറ്റിദ്ധാരണകളോ സംഘർഷങ്ങളോ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഭാര്യാപിതാവുമായോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ജനുവരി 15 ശേഷം ശുക്രൻ കുംഭത്തിലേക്ക് മാറുന്നതോടെ പ്രണയബന്ധങ്ങളിൽ വലിയ പുരോഗതിയാണ് ഉണ്ടാവാൻ പോകുന്നത്. അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലെ ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങാനോ ഇത് ഉചിതമായ സമയമായി പറയുന്നു. കുടുംബത്തിലൊരു പുതിയ അംഗത്തിന്റെ വരവ്, അതായത് സന്താനലാഭം, സന്തോഷം കൊണ്ടുവന്നേക്കാം. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ സുതാര്യത പുലർത്തുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. മെയ് ഡിസംബർ മാസങ്ങളിലാണ് വിവാഹത്തിന് ഏറ്റവും അനുകൂലമായി പറയുന്നത്. ജനുവരിയിൽ പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ രോഹിണിക്കാർക്ക് ജനുവരി മാസത്തിന്റെ ആദ്യ പകുതിയിൽ അതീവ ജാഗ്രത പുലർത്തണം. ദുർബലമായ പ്രതിരോധശേഷിയും അണുബാധകൾക്കും സാധ്യതയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, വയറിലെ അസ്വസ്ഥതകൾ എന്നിവയ്ക്കാണ് സാധ്യത. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. രോഹിണി നക്ഷത്രക്കാർ ആഡംബരങ്ങളോടുള്ള താല്പര്യം കാരണം ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വിടാൻ സാധ്യതയും കാണുന്നുണ്ട്. തൈറോയ്ഡ് അല്ലെങ്കിൽ അമിതഭാരം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാനിടയുണ്ട്. മാനസിക സമ്മർദ്ദവും ഈ മാസത്തെ ഒരു പ്രധാന വെല്ലുവിളിയാണ്. ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നത് അനാവശ്യ ചിന്തകൾക്കും ഉറക്കക്കുറവിനും കാരണമാകാം. യോഗ, ധ്യാനം തുടങ്ങിയവ ശീലിക്കുന്നത്
മാനസിക സമാധാനത്തിന് സഹായിക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ ആരോഗ്യസ്ഥിതി ക്രമേണ മെച്ചപ്പെട്ടു വരും. രോഹിണി നക്ഷത്രത്തിൻ്റെ ജനുവരി മാസത്തെ ഫലങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ അന്തർലീനമായ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ രോഹിണി നക്ഷത്രം സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിനാൽ ഭരിക്കപ്പെടുന്നു. നക്ഷത്രത്തിൻ്റെ ഒരു സവിശേഷതകൾ നോക്കുമ്പോൾ രാശി ഇടവൻ രാശിയാണ്. ഭരണഗ്രഹം ചന്ദ്രൻ, ദേവത ബ്രഹ്മാവ്, ചിഹ്നം കാളവണ്ടി അല്ലെങ്കിൽ രഥം. പ്രധാന ഗുണങ്ങൾ സൗന്ദര്യം, സർഗാത്മകത, സ്ഥിരത, വാത്സല്യം. ദോഷവശങ്ങൾ അസൂയ, അമിതമായ ആഗ്രഹം, പിടിവാശി എന്നിവയൊക്കെയാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ ആകർഷണീയമായ വ്യക്തിത്വമുള്ളവരും ബുദ്ധിശാലികളുമാണ്. അവർക്ക് പിതാവിൽ നിന്നുള്ള സഹായം കുറവായിരിക്കുമെങ്കിലും സ്വന്തം പരിശ്രമത്തിലൂടെ ഉയർച്ച കൈവരിക്കും. സ്ത്രീകൾ സുന്ദരികളും മനോഹരമായ വസ്ത്രങ്ങൾ ധാരണം ചെയ്യുന്നവരുമായിരിക്കും. അവർ നല്ല വീട്ടമ്മമാരും വാത്സല്യമുള്ള അമ്മമാരുമാകും. എങ്കിലും ചിലപ്പോൾ പിടിവാശി കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാക്കും. 2026 ജനുവരിയിലെ ദോഷഫലങ്ങൾ അകറ്റാൻ രോഹിണി നക്ഷത്രത്തിൻ്റെ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കാനും പരിഹാരങ്ങളുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധനയാണ്. രോഹിണി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മനക്ഷത്രമായതിനാൽ കൃഷ്ണനെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. കൃഷ്ണക്ഷേത്രത്തിൽ വെണ്ണ, തുളസിമാല, പാൽപായസം എന്നിവ സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് ആത്മീയ ഉണർവിനും മാനസിക സമാധാനത്തിനും സഹായിക്കും. തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുക. രോഹിണിയുടെ നാഥൻ ചന്ദ്രനായതിനാൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് വൈകാരിക സ്ഥിരത നൽകും. പൗർണമി ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ഭഗവതി സേവയോ പുഷ്പാഞ്ജലിയോ നടത്തുക. തിങ്കളാഴ്ച രോഹിണിയും ചേർന്ന് വരുന്ന ദിവസം അതീവ വിശേഷമാണ്. അന്ന് ദേവിക്ക് കടുംബാശ സമർപ്പിക്കുന്ന ഉത്തമമാണ്. ശിവലിംഗത്തിൽ പാൽ, ജലം എന്നിവ കൊണ്ട് ധാര നടത്തുക. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. ഗണപതി ഹോമം, നെയ്വിളക്ക്. തടസ്സങ്ങൾ മാറുന്നതിനായി ചൊവ്വാഴ്ചകളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് കൊളുത്തുക. രോഹിണി നക്ഷത്ര മന്ത്രം ഓം ബ്രഹ്മണേ നമഃ എന്ന് ഇത് നിത്യവും ജപിക്കുന്നത് സൃഷ്ടിപരമായ ഊർജം വർദ്ധിപ്പിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ വെള്ളിയാഴ്ചകളിൽ ശ്രീ സൂക്തം ജപിക്കുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത്, ഭക്ഷണങ്ങൾ ദാനം ചെയ്യുന്നതും ഗൃഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും.